മലയാളിയുടെ സാംസ്കാരിക ബോധവും എന്ന വിഷയത്തിൽ ഡോക്ടർ പി.കെ. ഗോവൻ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ അധ്യക്ഷൻ, സംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഇരിങ്ങൽ കൃഷ്ണൻ, നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ സഖാവ് കെ പി രാജേന്ദ്രൻ, ഇന്നത്തെ പ്രമുഖ അതിഥി കൂടിയായിട്ടുള്ള വളരെ പ്രിയപ്പെട്ട ശ്രീ കുരീപ്പുഴ ശിവകുമാർ, ശ്രീ ഡോക്ടർ ധർമ്മരാജ അടാട്ട് ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, അതിൻ്റെ പ്രവർത്തകർ, അഭ്യുദയകാംക്ഷികൾ, സുഹൃത്തുക്കൾ, അവാർഡ് വാങ്ങിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, ബഹുമാന്യരെ, വ്യക്തിപരമായ ഒരു സന്തോഷം കൂടി ഈ ചടങ്ങിനുണ്ട്. അത് വേറൊന്നുമല്ല, കുരീപ്പുഴ ശിവകുമാറിനാണ് ഈ വർഷത്തെ അവാർഡ് എന്നുള്ളത്. അല്പം പ്രാദേശിക വികാരമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുള്ളത് പോലെ എനിക്കുമുണ്ട്. അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സുഹൃത്തും ഞങ്ങളുടെ ജില്ലയുടെ ഒരു സ്വകാര്യ അഭിമാനം കൂടിയായ കുരീപ്പുഴയെ നിങ്ങൾ പരിഗണിച്ചതിലുള്ള ഒരു നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പവൻ മാഷിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അക്കാഡമിക്കലായിട്ട് വേണമെങ്കിൽ പറയാം, അക്കാഡമിക്കലായിട്ടുള്ള ഒരു കടപ്പാടിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ യൗവനത്തെ സൈദ്ധാന്തികമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച കുറേ യുക്തിവാദ സമീപനം സ്വീകരിച്ച ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണം ഞാനൊരു യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനല്ല, ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന തരത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് വേണ്ടത്ര പ്രവേശിക്കുന്നതിന് മുമ്പ് അത് സ്വീകരിക്കാൻ പര്യാപ്തമായ അടിത്തറ ലഭിച്ചത് എ.ടി. കോവൂരും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും ഇടമറുകും, അതുപോലെ കേരളത്തെ സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ രചനകളും പ്രഭാഷണങ്ങളും ഒക്കെയാണ്. അതിൽ നല്ല തോതിൽ കടന്നു വന്ന ഞങ്ങളെ അത്തരം ഒരു വഴിയിലേക്ക് നയിക്കുന്നതിൽ നല്ല പങ്കുവഹിച്ച ആളാണ് പവൻ മാഷ്. അതുകൊണ്ട് അതിൻ്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകമായ കൃതാർത്ഥത ഉളവാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ അനുസ്മരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാകാതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാകാതെ യുക്തിവാദി സംഘത്തിൽ ഉറച്ചു നിന്നതിന് അദ്ദേഹം പറഞ്ഞൊരു കാരണമുണ്ട്. ഞാൻ അക്കാര്യത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായി നിന്നുകൊണ്ട് തന്നെ പവൻ മാഷിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹം വന്നാൽ അത് വ്യക്തിപരമായി ചിലപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലുമൊക്കെ ഔന്നത്യങ്ങളിൽ എത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ വളരെ ശരിയായ പാതയിൽ സഞ്ചരിച്ച ഒരു യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകന് കേരളത്തിൽ നഷ്ടപ്പെടുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പവൻ മാഷിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. അവരെല്ലാവരും അന്ന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എ.ടി. കോവൂരൊക്കെ ഞാൻ ഇപ്പോഴും പല സ്ഥലങ്ങളിലും അവരെ കോട്ട് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ. ഇപ്പോൾ കോവൂർ നോർത്ത് ഇന്ത്യയിൽ പഠിക്കാൻ പോയിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴാണ് പരിചയമില്ലാത്തൊരു പെൺകുട്ടി മുറ്റത്ത് നിൽക്കുന്നത് കാണും. ഇപ്പോൾ കോവൂർ അമ്മയോട് പറയുകയാണ്, ഈ പെൺകുട്ടി ഏതാണ്? അത് നിനക്കറിയില്ല, അടുത്ത വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന കുട്ടിയാണ്. കോവൂർ വടക്കേ ഇന്ത്യയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കോവൂരിനോടൊരാവശ്യം പറഞ്ഞു, ഈ നേരത്തെ പരിചയപ്പെട്ട കുട്ടിയുണ്ടല്ലോ, അവൾ പ്രസവിച്ചിട്ടില്ല, കല്യാണം കഴിച്ചിട്ട് കുറേ വർഷമായി. അപ്പോൾ നീ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് ഗംഗാജലം അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരണം. അങ്ങനെ കോവൂര് വടക്കേ ഇന്ത്യയിൽ പഠിക്കാൻ പോയി തിരിച്ചു വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. അദ്ദേഹം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അയാൾ ഈ കാര്യം ഓർത്തത്. കാരണം അവിടെ പൈപ്പിൽ നിന്ന് ഒരാൾ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം ഓർത്തത്. അപ്പോൾ ഗംഗാജലം കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം അന്ന് മിനറൽ വാട്ടറുള്ള കാലമല്ല, പെട്ടെന്നൊരു ചെറിയ പാത്രമൊക്കെ സംഘടിപ്പിച്ച് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ആ പെൺകുട്ടിക്ക് അത് കൊടുത്തു. കോവൂർ ആ സംഭവം ഒന്ന് മറന്നുപോയി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ
ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് മുറ്റത്ത് നിന്നുകൊണ്ട് കാൽനഖം കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗോകുൽ ചോദിച്ചു, ഇതാരാ? ഇത് നിനക്ക് മനസ്സിലായില്ലേ? ഇത് നീ പണ്ട് ഗംഗാജലം കൊണ്ട് കൊടുത്ത പെൺകുട്ടിയാണ്. അവളുടെ ഒക്കത്തിരിക്കുന്നത് ആ ഗംഗാജലം കുടിച്ച വകയിലുണ്ടായ കുഞ്ഞുമാണ്. കുഞ്ഞെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം വേറെ പ്രശ്നം. ഇത് ഏറ്റിക്കോരു നടത്തിയിട്ടുള്ള വളരെ വളരെ ശൈക്തികമായിട്ടുള്ള ഒരു പ്രതിപാദനത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ഒരു പക്ഷേ ഒരു 100-300 സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ധാരാളം കാര്യങ്ങൾ, അതൊന്നും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചിന്തകളെ ഒരു കാലത്ത് നല്ല ഗ്രന്ഥങ്ങളിലൂടെ ശൈക്തികമായ രചനകളിലൂടെ മലയാളിയെ പരുവപ്പെടുത്തിയെങ്കിൽ ഞാൻ ഒട്ടും അതിശയോക്തിയില്ലാതെ പറയാം, അത്തരം രചനകൾക്ക് തുല്യമായി പുതിയ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരൻ മലയാളിക്ക് സംഭാവന ചെയ്ത ഏറ്റവും മഹത്തായ ഒരാശയവും ഒരു സാഹിത്യവും ഒരു കവിതയുമാണ് ചാർവാകൻ എന്നുള്ളതും ആ ചാർവാകനാണ് ആധുനിക തലമുറയ്ക്ക് അക്കാര്യത്തിൽ വഴികാട്ടിയായി നിൽക്കുന്നതെന്നുള്ളതും അതിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള കുരീപ്പഴയെ അക്കാര്യം കൊണ്ട് തന്നെ നമുക്ക് മാനിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. പവൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് പ്രതിപാദനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നടത്തി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം, സാഹിത്യ പ്രവർത്തനം, സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹിത്വം. ഒരു കൗതുകം തോന്നിയത്, ഞാനും ശ്രീ സന്തോഷ് മാനവും എല്ലാം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗം സംഘപരിവാറുമായി ബന്ധപ്പെട്ടൊരു യോഗമാണ്. ആ യോഗത്തിൽ ഇരുന്ന് ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ചർച്ച കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നതെന്നുള്ളതാണ് ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ. ഒരു 19 സംഘപരിവാർ സംഘടനകൾ നമ്മുടെ രാജ്യത്തെ അശാസ്ത്രീയമായി കൊണ്ടുപോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂട്ടത്തിൽ ഓർക്കാവുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. ഇപ്പം ഇവിടെ നമ്മളൊരു പ്രത്യേക സബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, 13-ൻ്റെ ഒന്നും വിശദാംശങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രത്യേക സംഭവവികാസം പുതിയ കാലത്ത് നല്ലതുപോലെ ചർച്ചയാവുന്നതുകൊണ്ട് മാത്രമായിരിക്കണം ഈ 13-നെ കുറിച്ച് ഇവിടെ ഇങ്ങനെ ഒരു പരാമർശം വന്നത്. 13 എന്നുള്ളത് കേരളത്തിൽ മാത്രമുള്ളൊരു അന്ധവിശ്വാസമല്ല, ഇന്ത്യയിലുമുള്ള അന്ധവിശ്വാസമല്ല. ഇത് ഇന്ത്യയിൽ തന്നെ ഉടലെടുത്ത അന്ധവിശ്വാസമല്ല. ഇത് ക്രിസ്തു മതവുമായി വേണമെങ്കിൽ ഇതിനെ ബന്ധിപ്പിക്കാവുന്ന ഒരു കാര്യം ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ടതാണ്. അത് യൂദാസിൻ്റെ നമ്പറാണ്. അവസാനത്തെ അത്താഴം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് കടന്നു വന്ന അതിഥിയായിട്ടുള്ള യൂദാസിൻ്റെ നമ്പരാണ് 13ാമത്തെ ആളായിട്ടാണ് കടന്നു വരുന്നത്. അങ്ങനെയാണ് ക്രൈസ്തവ മതത്തിൽ അതൊരു അന്ധവിശ്വാസമായിട്ട് മാറുന്നത്. പക്ഷേ ആധുനിക ശാസ്ത്രയുഗത്തിൽ ബഹിരാകാശത്ത് ജീവിക്കുന്ന നമ്മളുടെ യുഗത്തിലും ഈ 13 എന്ന നമ്പർ, ഇപ്പോൾ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയാൽ 13ാമത്തെ സീറ്റ് ചിലപ്പോൾ കാണില്ല. സിനിമാ തിയേറ്ററിൽ കയറിയാൽ 13ാമത്തെ സീറ്റ് ചിലപ്പോൾ കാണില്ല. ഒരു ഫ്ലാറ്റിൽ ചെന്നാൽ 12ാമത്തെ നിലയും കാണും, 14ാമത്തെ നിലയും കാണും, 13ാമത്തെ നില കാണില്ല. ഇവിടെ നിലയില്ലാതില്ല. 12 കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റ് മാറുകയാണ്, 14ലേക്ക് മാറുകയാണ്. ഹൈക്കോടതിയിലില്ല. അദ്ദേഹം ബാർ കൗൺസിലിൻ്റെ നേതാവൊക്കെ ആയിട്ടുള്ള ആളായതുകൊണ്ട് അനിൽകുമാർ സാറിന് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോലും ആ അന്ധവിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് 13ാമത്തെ നമ്പർ. നമ്മുടെ മന്ത്രിമാർ പലരും ഇത് സ്വീകരിക്കാറില്ലായിരുന്നു. ഏതായാലും ഡോക്ടർ തോമസ് ഐസക്ക്, സഖാവ് MA ബേബി, അതുപോലെ പ്രസാദ്, സഖാവ് P പ്രസാദ്, ഇവരെല്ലാം 13 സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം MLA ഹോസ്റ്റലിൽ 13ാം നമ്പറിൽ ഒരു MLA ഉണ്ടായിരുന്നു. അത് CK ഹരീന്ദ്രനാണ്. ഒരു തമാശ, ഈ 4 പേരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴെല്ലാം ജയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. ഈ CK ഹരീന്ദ്രനും ജയിക്കൂ, അതുപോലെ പ്രസാദ് ഇപ്പോൾ ജയിച്ചു. ആലപ്പുഴയിലെല്ലാം തിരിച്ചടി വലിയ തോതിലുണ്ടായിട്ടും പ്രസാദ് ജയിച്ചു. എനിക്ക് തോന്നുന്നു ഈ 13ാമത്തെ നമ്പർ വേണമെങ്കിൽ നമുക്കും ഒരു അന്ധവിശ്വാസമാകാം. ഈ 13ാമത്തെ നമ്പർ സ്വീകരിച്ചത് കൊണ്ടാണ് പ്രസാദ് ഉൾപ്പെടെ ജയിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 13 എന്നുള്ളൊരക്കം, ഇത് 13ൻ്റെ പ്രശ്നം മാത്രമല്ല, എല്ലാ സമൂഹത്തിനും ഏതെങ്കിലുമൊക്കെ വളരെയധികം അടിയുറച്ചു പോയ വലിയ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ മാത്രമായിട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ മാത്രമായിട്ടോ ഉള്ള അന്ധവിശ്വാസമല്ല. നേരെ മറിച്ച് വലിയ തോതിൽ ഇത് മനുഷ്യ സമൂഹത്തിൽ നല്ല തോതിൽ വേരോടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക്
കേരളീയ സമൂഹത്തെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യുക്തിവാദി സംഘം ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള സംഘടനകൾ ഉൾപ്പെടെ ആലോചിക്കാനും കൂടി നമുക്ക് മലയാളികളുടെ സാംസ്കാരിക ബോധത്തെ വളരെയധികം പുനർചിന്തനം നടത്തേണ്ടുന്ന ഒരു സമയമാണ്. നമ്മുടെയൊക്കെ സ്വകാര്യ ചടങ്ങുകളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർ തന്നെ സ്വകാര്യ ചടങ്ങുകളിൽ എത്രമാത്രം, അവരാണല്ലോ കുറച്ച് പുരോഗമനാത്മകമായ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എത്രമാത്രമാണ് ഓരോരുത്തരുടെയും സ്വകാര്യ ചടങ്ങുകൾ ചുരുങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഇവിടെ ഈ ജാതി മതം എഴുതാത്ത കുട്ടികൾ അവർക്കിവിടെ അവാർഡ് കൊടുക്കുന്നുണ്ട്, ചെറിയ പ്രോത്സാഹനം. എൻ്റെ എനിക്ക് 2 കുട്ടികളാണുള്ളത്. അവരെ സ്കൂളിൽ ചേർത്തപ്പോൾ ജാതി മതം എഴുതാതെ ഫോമൊക്കെ പൂരിപ്പിച്ചു കൊടുത്ത് വളരെ അഭിമാനകരമായിട്ട് വീട്ടിൽ തിരിച്ചു പോരുന്നു. ഒരു 6 മാസം കഴിഞ്ഞിട്ട് എന്നോടൊരു അധ്യാപിക വിളിച്ച് പറയുകയാണ്, സാറിൻ്റെ കുട്ടികളെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ HMനെ വിളിച്ച് ചോദിച്ചപ്പോൾ, സാറേ അത് അങ്ങനെ ചെയ്തുകൂടാ, അത് ഗവൺമെൻറ്റിൻ്റെ നിയമത്തിന് വിപരീതമാണ്. അപ്പോൾ ഞാൻ അവരെ ഫോണിൽ കൂടെ കുറച്ച് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് അവരാ ഫോം ഫില്ല് ചെയ്ത് വെക്കാൻ തയ്യാറായി. വളരെയധികം സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു അവർക്ക്. അവരുടെ പേരിൽ പരാതി കൊടുക്കുമെന്നും കോടതിയിൽ പോകുന്നതൊക്കെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. അതിനുശേഷമാണ് അവർ അത് ചെയ്തത്. ഞാൻ ഒരു സ്കൂളിൻ്റെ ചുമതലക്കാരനായിട്ട് കുറച്ച് വർഷം ഇരുന്നു, ഒരു പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ. അപ്പോൾ ആ സ്കൂളിൽ ചെന്നിട്ട് ഒരു ദിവസം HM ഇരുന്ന ചില റീഅറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി HM ഇരുന്ന ഒരു ചെയറും മേശയൊക്കെ തിരിച്ചു വീച്ചു അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഉപയോഗിച്ച്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ അത് പഴയതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അവിടുത്തെ PU സ്റ്റാഫ് പറഞ്ഞു, സാറേ എന്നെ വഴക്ക് പറയല്ലേ, HM പറഞ്ഞു അത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഐശ്വര്യക്കേടാണ്, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു HMൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സയൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ കുറച്ച് ഇൻ്റർവ്യൂ നടത്തേണ്ടി വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അധ്യാപകരുടെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് നേരിട്ട് അനുഭവമാണ് കേട്ടത്, പലരും അവരുടേതായ അനുഭവത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ഒരു 37 വയസ്സുള്ള ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നു. അപ്പോൾ ഞാൻ അവരെയോട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്ക് ഇവർ വിവാഹിതയാണോ ഇല്ലയോ എന്ന് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവരോട് ഈ കാര്യം ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ ഈ എത്ര വയസ്സാണ്? 37 വയസ്സാണ്. നിങ്ങളിതുവരെ ജോലിക്കൊന്നും പരിശ്രമിച്ചിട്ടില്ലേ? ഇല്ല സാറേ, അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അത് ശരി. നിങ്ങളുടെ ഭർത്താവിന് എന്താണ് ജോലി? ലൈഫ് പാർട്ട്ണർക്ക് എന്താണ് ജോലി? സാറേ എനിക്ക് ഭർത്താവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല കാര്യം, നിങ്ങൾ കല്യാണം കഴിക്കായിരുന്ന കാര്യമാണ്. അതെന്താ സാറേ? ഞാൻ പറഞ്ഞു, അത് എനിക്ക് സന്തോഷത്തിൻ്റെ വകയല്ല, നിങ്ങളൊരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്ന നല്ലതെന്നുള്ള അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഏതായാലും അതായിരുന്നു. അതൊന്നും അല്ല സാറേ കാര്യം. ഞാൻ ചോദിച്ചു, പിന്നെന്താണ് കാര്യം? സാറേ എനിക്ക് ചൊവ്വാദോഷമാണ്. ഞാൻ എന്തോ നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഫിസിക്സാ സാറേ എന്ന് പറഞ്ഞു. 37 വയസ്സുണ്ട്, ഫിസിക്സ് പഠിപ്പിക്കുന്ന സ്ത്രീയാണ്. അവർക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് അവർ കല്യാണം കഴിക്കാതെ നിൽക്കുകയാണ്. ഇവരാണ് ഫിസിക്സ് പഠിപ്പിക്കേണ്ടത്. 4ാം ക്ലാസ്സിൽ കുട്ടികളെ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപിക സ്കൂളിൽ വെച്ച് കുട്ടികളോട് പറയും, ചന്ദ്രൻ ഉപഗ്രഹമാണ്, സൂര്യൻ നക്ഷത്രമാണ്. 4 മണിക്ക് ശേഷം ഇവരുടെ മകൻ്റെ വിവാഹ സമയം എടുക്കാൻ വേണ്ടി ജ്യോത്സ്യനെ കാണാൻ പോകും. അവിടെ ഇപ്പോൾ ചെല്ലുമ്പോൾ ജ്യോത്സ്യൻ ഈ രാശിചക്രം എന്താണ് സോഡിയാക്ക് എടുത്ത് മുമ്പിൽ വെച്ചിട്ട് ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കും, സൂര്യൻ ഗ്രഹമാണ്, ചന്ദ്രൻ ഗ്രഹമാണ്. അപ്പോൾ വൈകുന്നേരം ടീച്ചർ ചെന്നിട്ട് ടീച്ചറുടെ ജീവിതത്തെ ബാധിക്കുന്ന സ്ഥലത്ത് പോയി ടീച്ചർ പഠിക്കുന്നത് സൂര്യൻ ഗ്രഹമാണെന്നാണ്. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് സൂര്യൻ നക്ഷത്രമാണെന്നാണ്. ഈ 9 എണ്ണത്തിൽ ഈ രാശി ഇവരുടെ പലകയുണ്ടല്ലോ, ഈ 9 പേരുള്ള പലക, ആ പലകയ്ക്കകത്ത് എഴുതിയിട്ട് രാ, കു, ബു, ഷു ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില അധ്യാപകരുടെ യോഗത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഈ രാ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അവർ പറയും അത് രാഹുകാലമാണ്. ഞാൻ പറയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നുമല്ല. രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവി എന്ന അർത്ഥത്തിലാണ്. രവി എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അത് കഴിഞ്ഞാൽ കു ഉണ്ട് കുജൻ, പിന്നെ ബു ഉണ്ട് ബുധൻ, ശു ഉണ്ട് ശുക്രൻ. പക്ഷെ അതിനകത്ത് 2 അക്ഷരമില്ല, നെയ്യും ഇല്ല പ്ലൂവും ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാ മനസ്സിലാവുക. പിന്നെ നെയ്ക്കും പ്ലൂക്കും പകരം അന്ന് നെയ്യും പ്ലൂവും കണ്ടുപിടിക്കാത്ത കാലത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ഓവാർ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തെ കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ 9 എന്ന അക്കം വന്നത്? കേരളത്തിൽ പണ്ട് 9 ഇല്ല കേട്ടോ. പൗരാണിക കേരളത്തിൽ 8 വരെ ഉള്ളൂ.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അഷ്ടദിക്പാലകന്മാർ, അഷ്ടമൂർത്തികൾ, അഷ്ട ഐശ്വര്യം, അഷ്ടദേവതകൾ, 8 അവസാനിക്കുമായിരുന്നു കേരളത്തിലെ നമ്പർ. നോർത്ത് ഇന്ത്യയിലെ ഒരുപക്ഷെ ആര്യന്മാരുടെ വരവിലാണ് അത് 9 എത്തുന്നത്. അപ്പോൾ ഈ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത പ്രകാരം 10 മുമ്പുള്ളതെന്നാണ്. 10 ഈ 9 എത്തിയത് 9 ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് 9 ഡിജിറ്റ് വന്നിട്ടുള്ളത്. ഈ ഒറ്റ സംഖ്യ 9 നിൽക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വളരെ ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധം ഗ്രഹങ്ങൾക്കുണ്ട്. ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഫലഭാഗ ജ്യോതിഷത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശാസ്ത്രപ്രകാരം സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഉപഗ്രഹവുമാണ് പഠിപ്പിക്കുകയും ടീച്ചറുടെ ജീവിതത്തിൽ ഇത് ബാധകമല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ ചടങ്ങുകൾ നോക്കിയാൽ മതി, മരണച്ചടങ്ങ് നോക്കിയാൽ മതി. ഇടതുപക്ഷ ഞാനൊരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കല്യാണത്തിന് പോയി. ചെന്നത് എനിക്ക് കല്യാണ സമയത്ത് ചെല്ലാൻ പറ്റില്ല. അത് 11 മണിക്കോ 12 മണിക്കോ കണ്ടാണ്. എനിക്ക് വളരെ അർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു ഓഡിറ്റോറിയം. അദ്ദേഹം 8 മണിക്ക് ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു, എന്നോട് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ പെട്ടെന്ന് പോരും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തോ ആലോചിച്ച കൂട്ടത്തിൽ എൻ്റെ വണ്ടി ഓടിച്ചിരുന്ന ആളിനോട് ചോദിച്ചു, ഇച്ചിരി പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം ഒരു സഖാവാണ്, അതെന്താ സഖാവെ അങ്ങനെ ഇപ്പോഴേ ഇറങ്ങി മുറ്റത്ത് നിൽക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരായോ? അപ്പോൾ സഖാവിന് ഇത് മനസ്സിലായില്ലയോ? ഞാൻ പറഞ്ഞില്ല, സഖാവെ രാഹുകാലത്തിന് മുമ്പേ നേതാവ് ഇറങ്ങി പുറത്ത് നിൽക്കുകയാണ്. ഞാൻ ഇത് വെറുതെ പറയുന്നൊരു സാധനമല്ല, സംഭവിച്ചൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ രാഹു കാലത്തെക്കുറിച്ച് ചാഞ്ചാട്ടമുണ്ട്. ഇടതുപക്ഷ രാഷ്ട്രീയം തലയിൽ ഇരുന്നിട്ട് കാര്യമില്ല, ചാഞ്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് മരിച്ച സലീംകുമാറിനെ ഞാൻ എപ്പോഴും ഓർക്കും. എന്താ കാര്യം അറിയോ? അദ്ദേഹം ഒരു സിനിമയ്ക്കകത്തൊരു പ്രത്യേക സീനുണ്ട്. ഭ്രാന്താശുപത്രിയാണ്. ആ ഭ്രാന്താശുപത്രിയിൽ ഭ്രാന്തന്മാരെല്ലാം ഇദ്ദേഹം ഇളക്കി വിട്ടു. അപ്പോൾ ചെന്നാൾ ചോദിച്ചു, നീ എന്തിനടാ ഇവരെല്ലാം കൂടെ പറഞ്ഞ് ഇളക്കി വിടുന്നത്? വേറൊന്നുമല്ല, ഞാനൊരു കള്ളം പറഞ്ഞു. അതെന്താ? ഗേറ്റിൽ ബിരിയാണി കൊടുക്കുന്നത് പറഞ്ഞു. ഈ പോഴന്മാരെല്ലാം കൂടി ഇത് കേട്ട് വിശ്വസിച്ച് ഓടുക. ഓ അത് ശരി, അവരോടുന്നത് മനസ്സിലാക്കാം. നീ എന്തിനാ ഓടുന്നേ? ഇനി ഒരു പക്ഷേ ബിരിയാണി കൊടുത്താലോ? പറയാൻ പറ്റില്ലേ? ഈ ചാഞ്ചാട്ടം ഉള്ളത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്തരം ഒരു അവരുടെ ചടങ്ങുകൾക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയാറുണ്ട്. ഇപ്പം മാർസിനെ കുറിച്ച് ഇവിടെ ഗംഗസാർ പറഞ്ഞു. മാർസിനോടൊരു ചതുവും ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. മാർസ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളൊരു പക്ഷേ യുക്തിവാദി സംഘം പ്രവർത്തകർക്ക് അതിൽ എന്നോടൊരു വിയോജിപ്പ് തോന്നേക്കാം. മാർസ് മതം കറുപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മയക്കുന്ന എന്നുള്ളൊരു വിശേഷണ പദമാണ്. അത് മാർസ് ഉപയോഗിച്ചിട്ടില്ല. അത് ആരെ ഉപയോഗിച്ച് പറയാം? നമ്മുടെ താത്വികാചാര്യന്മാർ നമുക്ക് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കറുപ്പ് എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ വിശേഷണ പദം ഉപയോഗിച്ചത്. നമുക്ക് കറുപ്പറിയില്ല. നമ്മൾ കഞ്ചാവൊക്കെ പണ്ടേ നമ്മുടെ സ്വാമിമാർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കറുപ്പിനെ കുറിച്ച് നമുക്കത്ര, ചൈനക്കാർക്കും ജപ്പാൻകാർക്കും ഒക്കെ വശമുള്ള ഒരു സാധനമായിരുന്നു. അപ്പം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് പറയുന്നത് തന്നെ 3-4 വിശേഷണങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് മാർസ് മതം കറുപ്പാണെന്ന് പറയും. അവിടെ മയക്കുന്ന എന്ന വിശേഷണം ചേർന്നപ്പോൾ അതിന് നേരെ നെഗറ്റീവായ ആസ്പെക്റ്റിലേക്ക് അത് വലിയ തോതിൽ. നിങ്ങൾ നോക്കൂ, ഞങ്ങളൊക്കെ ഇവിടെ ബഹുമാന്യനായ KP രാജേന്ദ്ര സാഹു ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു വേദിയാണ്. ഞങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം? ഞങ്ങളെന്ന് പറയാൻ നിങ്ങൾ ഉൾപ്പെടെയാണ്, എല്ലാവരെയും ഒരു 2 അറയിലെ മാറ്റി നിർത്തുകയല്ല. കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ശത്രുതയുള്ളവരുടെ ഒന്നാമത്തെ പ്രശ്നം എന്താ? കമ്മ്യൂണിസ്റ്റുകാർ ദൈവവിശ്വാസികളല്ല എന്നുള്ളത്, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ. അവരവരുടെ ഇപ്പോൾ ഇവിടെ 13-ാം നമ്പർ ഇപ്പോൾ സ്വീകരിച്ച ആളാണ് ഷാജി. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് നമുക്ക് യോജിപ്പാണ്. പക്ഷെ ഷാജിയാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ പാട്ടിട്ടില്ലേ, മതത്തെക്കുറിച്ചുള്ള പാട്ട്, വിശപ്പാണെന്നുള്ള പാട്ട് നമ്മളെ പണ്ടൊക്കെ പാടിക്കൊണ്ട് നടന്നതാണ്. മതമാണ് മതമാണ് മതമാണെന്ന് പ്രശ്നമെന്ന് ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിൽ. മതവിശ്വാസികളല്ലാത്തവരും ദൈവവിശ്വാസികളല്ലാത്തവരും ചെറുക്കപ്പെടണം, എതിർക്കപ്പെടണം എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ വളരെ പ്രായം ചെയ്യുന്നൊരു സ്ത്രീ മുഴുവൻ പർദ്ദ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന 1-2 പേരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചു, ഇത് ഇങ്ങനെ കൂടി വരികയാണല്ലോ എന്ന് പറഞ്ഞു. ഇവർ നല്ല പ്രായമുള്ള സ്ത്രീയാണ്. പ്രായമുള്ളതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. അവരാണ് ശരീരം മുഴുവൻ മൂടി വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് വളരെ സിമ്പിളാണ്.
ലോകമാകെ പല രാഷ്ട്രങ്ങളും മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും മതം വിശ്വാസികളാണെങ്കിൽ പോലും അതിനകത്ത് ജീവിക്കാതെ പുറത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടി വരുന്നതെന്ന് ചോദിച്ചാൽ, മതം ഇപ്പോൾ ശാസ്ത്രത്തെ വലിയ തോതിൽ പേടിക്കുന്നുണ്ട്, സാമൂഹ്യ മാറ്റത്തെ വലിയ തോതിൽ പേടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകുമോ എന്ന പേടിയുണ്ട്. ആ പേടിയുടെ ഭാഗമായി എല്ലാ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ടെലിവിഷൻ രാവിലെ കണ്ടാൽ അതിൽ കുറേ ചാനലുകളിൽ ജ്യോതിഷമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതല്ല ദോഷം ചെയ്യുന്നത്, അത് പ്രത്യക്ഷത്തിലാണ്. കേരളത്തിൽ ഏറ്റവും വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ സീരിയലുകളാണ്. ആ ടെലിവിഷൻ സീരിയലുകളുടെ കഥ മുഴുവൻ ഒരു വിഷയം ശാസ്ത്രീയമായിട്ട്, ഇപ്പോൾ ജ്യോതിഷപ്രകാരം അവർ ശാസ്ത്രമാണ് പറയുന്നത്, അതങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് ദഹിക്കണമെന്നില്ല. പക്ഷേ സീരിയലിലൂടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം യൂട്യൂബിൽ നമ്മൾ ഏത് കാര്യവും നോക്കാൻ വേണ്ടി തുറക്കുമ്പോൾ യൂട്യൂബിലൊരു പരസ്യം കാണാം, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട പരസ്യം. ആരാത് കൊടുക്കുന്നത് എനിക്കറിയാൻ വയ്യ. ഒരു സ്ത്രീ പറയാണ്, ശരി വിശ്വസിക്കണ്ട, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, അയ്യോ അത് ശരിയാണല്ലോ. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടത്തുന്നത്. അതായത് ടെക്നോളജി ഉപയോഗിച്ചാൽ, നിങ്ങൾ അമൃതാനന്ദമായി മഠത്തിലേക്കൊന്ന് ചെന്ന് നോക്കിയേ, ലോകത്തെ പല പ്രശസ്തരായ ശാസ്ത്രജ്ഞരോടുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് നെഹ്റു ജ്വലിപ്പിച്ചെടുത്തൊരു വാക്കാണ്. ഭരണഘടനാ അസംബ്ലി പ്രസംഗത്തിലാണ് ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ശാസ്ത്രീയ മനോവൃത്തി. ആ ശാസ്ത്രീയ മനോവൃത്തി നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കിട്ടില്ല. ടെക്നോളജി കിട്ടും, പക്ഷേ ശാസ്ത്രീയ മനോവൃത്തി കിട്ടില്ല. ഇത് രണ്ടും രണ്ടാണ്. ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു പ്രാർത്ഥന, ഞാൻ കുറച്ചുകൂടെ പച്ചയായിട്ട് പറയുന്ന ആളായിട്ട്, നിങ്ങളെപ്പോലൊക്കെ പറയുന്ന ആളാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത് പറയാൻ പറ്റില്ല, അവർ പാർലമെൻ്ററി രംഗത്ത് നിൽക്കുന്നവരാണ്. ഞാൻ സ്കൂളുകളിൽ സംസാരിക്കുമ്പോൾ ഇവിടെ നടന്നൊരു പ്രാർത്ഥനാ ഗീതമുണ്ടല്ലോ, അച്ഛനും അമ്മയും ചൊല്ലുന്ന വാക്കുകൾ അക്ഷരം തെറ്റാതെ അനുസരിച്ച്, ഇല്ലേ, സ്കൂളിലെ പ്രാർത്ഥനാ ഗീത. ഞാൻ ആ സ്കൂളിൽ തന്നെ പറയാറുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും അനുസരിക്കരുത് പറയാറുണ്ട്. അച്ഛനും അമ്മയും ചൊല്ലുന്ന വാക്കുകൾ അക്ഷരം തെറ്റാതെ അനുസരിച്ച്. ഇത് കാര്യകാരണ സഹിതമൊക്കെ വിശദീകരിച്ച് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന PTA പ്രസിഡന്റോ HMO നമുക്ക് ശേഷം നന്ദി പറയാനോ ആശംസയ്ക്കോ കയറുമല്ലോ. അപ്പോൾ അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ പറയും, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നു കുട്ടികളെ, അതെല്ലാം നിങ്ങൾക്ക് ഗുണപാഠങ്ങൾ തന്നെയാണ്, എങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവവിശ്വാസികളായിരിക്കണം. ഇതാണ് PTA പ്രസിഡന്റോ അല്ലെങ്കിൽ HMO പിന്നീട് പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞു. സാഹിത്യമായി കുട്ടികളോട് കാര്യങ്ങൾ പറയും. അച്ഛനും അമ്മയും ചൊല്ലുന്ന വാക്കുകൾ അക്ഷരം തെറ്റാതെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ തലമുറയുടെ കയ്യിലിരിക്കുന്ന ഒന്നും പുതിയ തലമുറയ്ക്ക് വേണ്ട. അതെല്ലാം പലതും അന്ധവിശ്വാസവും ജീവിതത്തിന് നിരക്കാത്തതും ശാസ്ത്രത്തിന് നിരക്കാത്തതുമായ കാര്യങ്ങളാണ്. ഇപ്പം ഗലീലിയുടെ അച്ഛനും അമ്മയും ഗലീലിയെ പഠിപ്പിച്ചത് എന്താണ്? എന്തിന്? ബ്രൂണോയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ബ്രൂണോയുടെ രക്ഷകർത്താക്കൾ ബ്രൂണോയെ പഠിപ്പിച്ചത് എന്താണ്? ഭൂമി പരന്നതാണെന്നാണ്. അപ്പൊ ബ്രൂണോ അതിന് വിപരീതമായിട്ട് ചിന്തിച്ചത് അച്ഛനും അമ്മയും ലംഘിച്ചുകൊണ്ടാണ്. ഒരു ലംഘനം അവിടെ നടന്നിട്ടുണ്ട്. ശാസ്ത്രത്തിൽ ഇത് വളരെ കൃത്യമായി നടന്നു വരുന്ന ഒരു പ്രവൃത്തിയാണിത്. പക്ഷേ ശാസ്ത്രജ്ഞരാണ് ശാസ്ത്രത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ. നിങ്ങൾ നമ്മുടെ പഴയ SP ഇല്ലേ, അലക്സാണ്ടർ ജേക്കബ് സാർ ആദ്യം ശാസ്ത്രത്തെക്കുറിച്ച് എന്താ പറയുന്നത്? 5 നേരം നിസ്കാരം. അദ്ദേഹം പറയുന്നത് എങ്ങനെ? ഉച്ചയ്ക്ക് ലുഹർ നിസ്കാരം ഒരു വടി കുത്തി നിർത്തിക്കഴിഞ്ഞാൽ നിഴല് കാണാത്ത സമയത്താണ് നബി അത് ആവിഷ്കരിച്ചത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മുടെ ആദ്യത്തെ നിസ്കാരം. ആ നിസ്കാര സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ്. രാത്രിയിലെ അസർ നിസ്കാരം അത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ്. ഇതിന് മുമ്പ് 2 നിസ്കാരങ്ങളുണ്ട്, 4 മണിക്കും 12 മണിക്കും. അല്ല, അതെ, 12 മണിക്കും. ഈ 4 മണിയുടെ നിസ്കാരം ഒരു വടി കുത്തി നിർത്തിക്കഴിഞ്ഞാൽ ആ വടിയുടെ നീളത്തിൽ നിഴൽ വീഴുന്നതാണ്. വളരെ ശാസ്ത്രീയമായിട്ടൊക്കെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടാണ് പുള്ളി പ്രേതമായിട്ട് രാത്രി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്തൊരു ചെറിയ ചതിവ് കൂടി പുള്ളി നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇളയപ്പനൊരു കാവുണ്ടാകും. ആ കാവ് JCB വന്നൊരിക്കൽ പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ ബാംഗ്ലൂരിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇളയപ്പൻ താമസിക്കുന്നത്. ഇളയമ്മ അവിടെ ഉണ്ട്, ഇളയപ്പൻ അത് പൊളിക്കുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു കാള് വന്നു, ഇളയമ്മ അവിടെ സുഖമില്ലാതെ വീണു. അപ്പോൾ ഇളയപ്പൻ കാവ് പൊളിപ്പ് നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളയപ്പൻ നാട്ടിൽ വന്നിട്ടേ ഇല്ല. പിന്നെ ഈ സ്ഥലം ആരുടെ കയ്യിലാണെന്നറിയോ? ഈ ജേക്കബ് സാറിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ കാവിനെ കുറിച്ച് പുള്ളി പറഞ്ഞ ഒരു അന്ധവിശ്വാസത്തിന് ആർക്കാ ഗുണം കിട്ടിയെന്ന് നോക്കണം.
അദ്ദേഹത്തിന് ഇങ്ങനെ ഭൗതിക വസ്തുക്കൾ കൈയടക്കാൻ വേണ്ടി വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്. അലക്സാണ്ടർ ജേക്കബ് സാർ വളരെ ഭംഗിയായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ വിശദീകരിക്കുന്ന ആളാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് അതിനെയൊക്കെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നാളികേരം ഉടയ്ക്കുന്നു എന്നുള്ളത്, അല്ലെ പഴങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ നാളികേരം ഉടച്ചിട്ട് റോക്കറ്റ് വിടുക എന്നുള്ളത് ശാസ്ത്ര സമൂഹം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പലപ്പോഴും നമ്മളെല്ലാവരും പറയുന്നൊരു കഥയുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു ഷിർദി സായിബാബയുടെ. ഷിർദി സായിബാബയും ജവഹർലാൽ നെഹ്റു കൂടി ഗംഗാതീരത്ത് കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഷിർദി സായിബാബ താഴെ കിടക്കുന്ന മണ്ണ് വാരി ആകാശത്തേക്ക് എറിഞ്ഞു. ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞു കൈ കാണിക്കാൻ പറഞ്ഞു. മണ്ണിങ്ങനെ പിടിച്ചിട്ട് നെഹ്റുവിൻ്റെ കൈ വെച്ച് കൊടുത്തു. നിറയെ ഗോതമ്പ് മണികൾ. നമ്മുടെ സാധാരണ രാഷ്ട്രീയക്കാരാണെങ്കിൽ അപ്പക്കമിഴ്ന്നങ്ങ് വീഴും. നെഹ്റു പറഞ്ഞൊരു മണ്ടത്തരം പറ്റിയല്ലോ സ്വാമി. അതെന്താ? കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ അമേരിക്കയുമായിട്ട് ഗോതമ്പ് ഇറക്കുമതി ചെയ്യാനുള്ള കരാറൊപ്പിട്ടത്. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കരാറൊപ്പിടാൻ പോവില്ലായിരുന്നു. ഇങ്ങനെ പറയണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സലീം കുമാറിൻ്റെ ചാഞ്ചാട്ടം ഉണ്ടാകാൻ പാടില്ല. ആ ചാഞ്ചാട്ടം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ സ്വകാര്യ ചടങ്ങുകളിൽ മുഴുവൻ അന്ധവിശ്വാസം കൊണ്ടുവരുന്നത്. എത്ര പേരുടെ കല്യാണം കേരളത്തിൽ ചൊവ്വ മുടക്കുന്നത്? തൃശ്ശൂരിൽ പൂങ്കുന്നത്തെ തങ്കമണിയുടെ മോളുടെ കല്യാണം ചൊവ്വ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് തങ്കമണി വിശ്വസിക്കുക. ഈ ചൊവ്വയാണ് എൻ്റെ മകളുടെ കല്യാണം മുടക്കുന്നത് എന്നുള്ളത് ശാസ്ത്രീയ യുക്തിപ്രകാരം പറഞ്ഞു കൊടുക്കുക. 6 കോടി കിലോമീറ്ററാണ് ഭൂമിക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ചൊവ്വയുടെ ദൂരം. 6 കോടി കിലോമീറ്റർ. ഭൂമിക്ക് അപ്പുറം ചൊവ്വ പോകുമ്പോൾ 37 കോടി കിലോമീറ്ററാണ്. ഈ അടുത്ത കാലം വരെ അന്നേരം ഇപ്പോഴും നമ്മുടെ ജ്യോത്സ്യന്മാർ പറഞ്ഞത് ചൊവ്വ പാപഗ്രഹമാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഗ്രഹമാണ്, അത് ചുവന്നിരിക്കുകയെന്നാണ്. അയൺ കണ്ടന്റ് കൂടി നിങ്ങൾ തൊട്ടടുത്തുള്ള ഈ കുഞ്ഞുങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വെൽഡിങ് ഷാപ്പിലോട്ട് പോയാൽ മതി. അവിടെ ഇരുമ്പ് പഴിപ്പിക്കുമ്പോൾ ഇരുമ്പ് ചുവന്ന് കാണും. ചൂട് തട്ടിയാൽ അയൺ കണ്ടന്റ് ചുവക്കും. അതുകൊണ്ട് ചൊവ്വയിൽ അയൺ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ചൊവ്വ ചുവന്നിരിക്കും. അതിനാണ് പാപഗ്രഹം എന്ന് പറയുന്നത്. ആ ചൊവ്വ 7-ാം ലഗ്നത്തിലോ 8-ാം ലഗ്നത്തിലോ ഉദിക്കുമ്പോൾ, ഈ രാശി ഉദിക്കുമ്പോൾ, ആ ഉദിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ പെൺകുട്ടികളുടെ ഭർത്താവിനെ ചൊവ്വ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യകാരണ സഹിതം പറഞ്ഞു കൊടുക്കണ്ടേ? ചൊവ്വ എന്തോ ദാവൂദ് ഇബ്രാഹിമാണ് ഇഷ്ടമില്ലാത്തവരെയൊക്കെ കൊല്ലാൻ. ഒരു കാര്യകാരണ സഹിതം പഠിപ്പിക്കാൻ അധ്യാപകർക്ക് ബാധ്യതയില്ല. ഞാൻ അധ്യാപകരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പച്ചയായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽമാരുടെ HMമാരുടെയൊക്കെ യോഗം വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കുട്ടികളെ സയൻസ് പഠിപ്പിക്കുമ്പോൾ ഇത് അവരുടെ ജീവിതത്തിൽ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി മാത്രം അവരിത് പഠിക്കുക, വീട്ടിൽ പോയിട്ട് നേരെ വിപരീതമായിട്ട് പ്രവർത്തിക്കുക. ഈ എങ്ങനെയാണ് ചൊവ്വ ഒരു സ്ത്രീയെ കൊല്ലുന്നത്? എങ്ങനെയാണ് ചൊവ്വ ഇതിനകത്ത് മനുഷ്യരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുന്നത്? ഇപ്പൊ ചിങ്ങം നക്ഷത്രം, ചിങ്ങം എന്ന് പറഞ്ഞാൽ സിംഹവീര്യം എന്നാണ്. ചിങ്ങം നക്ഷത്ര കൂട്ടമെടുത്തു കഴിഞ്ഞാൽ ഒരു നക്ഷത്രവും മറ്റൊരു നക്ഷത്രവും തമ്മിൽ 50-60 പ്രകാശവർഷങ്ങൾ അകലെയാണ്. ഒരു പ്രകാശവർഷം എന്താണെന്നുള്ളത് ആളുകളെ പഠിപ്പിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമല്ലേ അത്? ഒരു സെക്കൻഡ് കൊണ്ട് 3 ലക്ഷം കിലോമീറ്ററിലധികം പ്രകാശം സഞ്ചരിക്കുന്നു. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ 8 മിനിറ്റ് വേണം. ഞാനും നിങ്ങളും ജീവിതത്തിൽ നിന്ന് വരെ യഥാർത്ഥ സൂര്യനെ കണ്ടിട്ടില്ല. കാരണം 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനെയാണ് നമ്മൾ കാണുന്നത്. 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യൻ. 8 മിനിറ്റ് എടുക്കും ലൈറ്റ് ഇവിടെ വരാൻ. ഈ സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുള്ള 40,000 കോടി നക്ഷത്രങ്ങളാണ് മിൽക്കി വേക്ക് മാത്രം. ഈ മിൽക്കി വേ കടന്ന് അപ്പുറത്തിറങ്ങണമെങ്കിൽ 1 ലക്ഷം പ്രകാശവർഷം സഞ്ചരിക്കണം നമ്മൾ. ഇങ്ങനെ വ്യത്യസ്തമായ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നോക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടും അതിൻ്റെ ബിന്ദുക്കൾ തമ്മിൽ ലയിപ്പിക്കുമ്പോൾ വൃശ്ചികമായിട്ട് തോന്നാം, അത് കുടമായിട്ട് തോന്നാം, അത് ഭരണിയായിട്ട് തോന്നാം, അത് സിംഹമായിട്ട് തോന്നാം. ഈ തോന്നലുകളെ, ഈ ഭാവനയാണ് 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യർ അവരുടെ വ്യക്തിപരമായി കല്യാണത്തിനും മരണത്തിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ അളവ് കൂടി വരികയാണ്. നിങ്ങൾ ഈ അടുത്ത സമയത്ത് കല്യാണത്തിന് പോയാൽ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്, ഞാൻ സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നി പെട്ടെന്ന് പറഞ്ഞ അവസാനിക്കും. പെൺകുട്ടികളെ കൊണ്ടുവരുന്നത് ഇതുപോലൊരു ഹാളിലാണ് കല്യാണം നടക്കുന്നതെങ്കിൽ ഒരു 2-3 കൊല്ലമായിട്ട് തുടങ്ങിയ ഒരു ചടങ്ങാണ് പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. ഈ കീചകവധത്തിൽ കീചകനെ കൊണ്ടുവരുന്നില്ലേ കഥകളിയിൽ, കത്തിവേഷം കൊണ്ടുവരുന്നതിന് 4 തൂണിനകത്തൊരു മറയൊക്കെ വേളി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്തിനാണ്, ആരാ കൊണ്ടുവരുന്നത്? ഞാൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞത് ആർക്കും വിഷമം തോന്നുന്നുണ്ടാ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം കാണണമെങ്കിൽ ലൈബ്രറി കൗൺസിലുകാർ, പൂക്കാസക്കാർ, യുവകലാ സാഹിത്യക്കാർ, ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാർ, ഇവരുടെ കല്യാണത്തിന് പോയാൽ മതി. പുതിയ അന്ധവിശ്വാസം എന്താണെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തെളിവ് സഹിതം തരാണ്. ഇതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുടെ കല്യാണത്തിന് പോകണം നിങ്ങൾ.
ഈ സാധനത്തിനകത്ത് ഈ പെൺകുട്ടിയെ ഒരുക്കിക്കൊണ്ട് വന്നിട്ട് പാട്ടും പാടി വരികയാണ്. എന്നിട്ട് കന്യാദാനം നടക്കുന്ന ഒരു സമയമില്ലേ, ഈ മാലയിടിയിലൊക്കെ കഴിഞ്ഞിട്ട് തെക്കൻ കേരളത്തിൽ കന്യാദാനമുണ്ട്. കന്യാദാനം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അച്ഛൻ വന്ന് ഈ കല്യാണം കഴിക്കുന്ന മരുമകൻ്റെ കയ്യിലേക്ക് പെൺകുട്ടിയുടെ കൈ പിടിച്ചു വെച്ച് കൊടുക്കുന്നതാണ്. ഈ സമയത്ത് നാദസ്വരക്കാരന് പാട്ട് പാടും. നമ്മുടെ ത്യാഗരാജസ്വാമിയുടെ കുറിഞ്ഞി രാഗത്തുള്ള മനോഹരമായ ഒരു കീർത്തനമുണ്ട്. എനിക്ക് തോന്നുന്നു പഞ്ചരത്ന കീർത്തനത്തിൽ പെട്ടതാണ്. സീതാ കല്യാണ വൈഭോഗമേ. ഒന്ന് ആലോചിച്ച് നോക്കിയ 150 പവനും BMW കാറും 4 ഏക്കർ പുരയിടവും 40,000 പേർക്ക് സദ്യ ഒരുക്കി കൊടുത്തിട്ട് പെൺകുട്ടിയെ പിടിച്ചു കൊടുത്തിട്ട് പറയുക സീതയും രാമനും ജീവിച്ച പോലെ ജീവിക്കാം. ഒറ്റ ദിവസം മര്യാദയ്ക്ക് ജീവിച്ചിട്ടില്ല രണ്ടുപേരും കൂടെ. ഒരു ദിവസം രണ്ടുപേരുടെ ജീവിച്ചുണ്ടോ നിങ്ങൾ നോക്കിയ. 3 പ്രാവശ്യം അഗ്നിശുദ്ധി. ആശാന്റെ സീതയിലേക്ക് പോകണ്ട, വാൽമീകിയുടെ സീത തന്നെ എടുത്താൽ അവിടെ ലങ്കയിൽ ചെന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നടന്നു വരിക, പല്ലക്കിൽ കയറി വരിക. അപ്പോൾ പറഞ്ഞു പല്ലക്കിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചു എന്തിനാ പല്ലക്കിന്ന് ഇറങ്ങി അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല നിങ്ങളെ വീണ്ടെടുക്കാൻ വന്നത്, പിന്നെയോ രാജാവിൻ്റെ കടമയാണ്. നിങ്ങൾ ഈ മഹാസമ്പന്നനായിട്ടുള്ള വളരെ വലിയ പ്രതാപശാലിയായിട്ടുള്ള രാവണൻ്റെ കോട്ടയിൽ കഴിഞ്ഞതല്ലേ, നിങ്ങളിൽ എനിക്ക് അവിശ്വാസമുണ്ട്. എന്നാൽ തിരിച്ച് സീത ചോദിക്കുന്നോ, കൊച്ചാട്ടൻ ഇന്ത്യയിൽ ഒരുപാട് സുന്ദരികളുടെ ഇടയിലല്ലേ രാജാവായിട്ടിരുന്നത്, എനിക്ക് നിങ്ങളെ സംശയമുണ്ടെന്ന് സീതയ്ക്ക് പറയാൻ അവകാശമുണ്ടോ? പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് സീതയെ കൊണ്ടുവന്നിട്ട് കാട്ടിലേക്ക് വിടുന്നുണ്ടല്ലോ ഗർഭിണിയായിരിക്കുമ്പോൾ, അത് ഇയാളുടെ കൂടെ താമസിക്കുന്നതിനാണ് വിടുന്നത്. ആ സമയത്ത് സീതയെ കൊണ്ടുവന്ന് ഈ ലക്ഷ്മണനോട് പറയുന്നുണ്ട് കാട്ടിൽ കൊണ്ടുപോയി വിട്ട് അവൾക്ക് ഇങ്ങനെ കാട് കാണുമെന്ന് ആഗ്രഹമുണ്ട്, കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം മുല്ലവള്ളിയെ മാൻപേടയൊക്കെ കണ്ട് സന്തോഷിച്ച് കാട്ടിൽ നിന്ന് കയറി തേരിലേക്ക് കയറാനായിട്ട് വന്ന് പറഞ്ഞു കൊണ്ടുവിടാനേ പറഞ്ഞിട്ടുള്ളൂ, തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. ഇന്നാണെങ്കിൽ എത്ര വലിയ കേസെടുക്കേണ്ടത്, ഗർഭിണിയെ കാട്ടിക്കൊണ്ട് തള്ളി ആര്, ലക്ഷ്മണൻ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് മറ്റേ യാഗം നടത്തേണ്ടി വന്നപ്പോൾ സീത വേണം. അപ്പോഴാണ് സീത വരുന്നത്. അവിടെയാണ് കുമാരനാശാൻ ഇടപെടുന്നത്. ആ സീതയെ കൊണ്ടുവരുമ്പോൾ മുമ്പേ ഗമിക്കുന്ന മുനീന്ദ്രൻ്റെ കാൽത്തണ്ടാർ നോക്കി നടന്ന അധോവദനയായി. ആശാൻ എത്ര മനോഹരമായിട്ടാണ് സീതയെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവിടെ ഈ രാമൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല, നടന്ന അധോവദനയായി നടന്ന് അങ്ങോട്ട് എന്നിട്ട് രാമൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് പ്രിയ രാഘവ വന്ദനം ഭവാൻ. നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ ശാഖ വിട്ട് ഭുജശാഖി വിട്ട് ഞാൻ ഭയമറ്റു പറന്നു പോയിടാം സ്വയം ദ്യോവിൽ. ഈ ദ്യോ എന്നുള്ള പറയുന്ന ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ആകാശം എന്നർത്ഥമുണ്ട്, പ്രകാശം എന്നർത്ഥമുണ്ട്, സ്വാതന്ത്ര്യം എന്നർത്ഥമുണ്ട്. ആശാൻ ഒരു ഭാഷയുടെ ഒരു വാക്കിനെ എത്ര മനോഹരമായിട്ട് അടുത്തവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്വയം ദ്യോവിൽ നിങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ ചില്ല വിട്ട് ഞാൻ സ്വാതന്ത്ര്യമാകുന്ന ആകാശത്തിലേക്ക് പറന്നു പോവുകയാണെന്ന് പറഞ്ഞ് പോയി ഭൂമി പിളർന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ പേരാണ് സീത. അതുപോലെ മോളെ നീ ഇവൻ്റെ കൂടെ പോയി ജീവിക്കണമെന്ന് പറഞ്ഞിട്ടാണ് സീതാ കല്യാണ വൈഭോഗമേ. ഞാനിതൊരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞ് ഒരു ലൈബ്രറി പ്രവർത്തകൻ്റെ കല്യാണത്തിന് ചെന്ന് കേട്ടോ. ഞാൻ ചെന്ന് മുമ്പിലിരിക്കുമ്പോൾ ഇദ്ദേഹം സ്റ്റേജ് നിൽക്കുക. എന്നിട്ട് ഇദ്ദേഹം കല്യാണ ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓടി താഴോട്ടിറങ്ങി വന്ന് രഹസ്യമായിട്ട് എന്നിട്ട് പറയുക സഖാവേ ആ പാട്ട് ഇവിടെ പാടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഏതാ സീത എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാനിത് പറയും ഞാൻ വേറെ സീതാ കല്യാണ വൈഭോഗമേ എന്നുള്ള പാട്ട് പാടണ്ടെന്ന് പറഞ്ഞു. കടുത്ത അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് കേരളത്തിലെ ചടങ്ങ്. ഒരു പ്രധാനപ്പെട്ട മരണച്ചടങ്ങ്, ഏത് മരണച്ചടങ്ങിലും ഒരു പ്രധാനപ്പെട്ട സഖാവിൻ്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനം, അദ്ദേഹം വലിയ രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ ഞാൻ ചെന്നപ്പോഴും മരിച്ചു കിടക്കുന്ന ശരീരത്തിൻ്റെ വായിൽ അരി വാരിയിടുകയാണ്. എന്നിട്ട് ഈ അരി കൈകൊണ്ട് കുത്തി ഇളക്കുന്നതിനെ കൊണ്ട് ചില ആളുകൾ ചില സ്ഥലത്തൊക്കെ ഇപ്പം അത് കുറേ കുറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മരണച്ചടങ്ങുകളിലൊക്കെ ഈ വിരിക്കുന്ന തുണിയുടെ കോണിൽ 1 രൂപ നാണയം കെട്ടിയിടുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇത് കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഈ നാണയം കെട്ടിയിടുന്നത്? അത് മനസ്സിലായില്ലേ കുഞ്ഞെ, വള്ളക്കൂലി കൊടുക്കാനാണ്. ഇപ്പം യൂറോയും ഒക്കെ ആയിരിക്കും മേടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇപ്പം കെട്ടിയിടുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ 3 വയസ്സോ 4 വയസ്സോ മറ്റോ പ്രായമുള്ളപ്പോൾ ഫുട്ബോൾ കളി വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ വൈകിട്ട് കളി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു. ഞാൻ ഓടി ആ വീട്ടിൽ ചെന്നു. നമ്മുടെ അടുത്തുള്ളൊരു വീടാണ്, ഒരു കുന്നിൻ്റെ മേള ആ വീട്. ഞാൻ ഓടി ചെന്നപ്പോൾ അവിടെ ഒരു 10-12 ആളുകൾ ഓലമടലെടുത്ത് മുറ്റത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, വട്ടം കൂടി നിന്നിട്ടാണ്. എന്നിട്ട് അതിൽ കൂട്ടം കൂടി എന്നൊരു കോറസ് പാടുന്നുണ്ട്, കടിവീട് പാമ്പേ കടിവീട് പാമ്പേ കടിവീട് പാമ്പേ. ഞാൻ അടുത്ത് ചെന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഈ പാമ്പിനെ ഭയങ്കര പേടിയാണ്. വൈകിട്ട് റോഡിൽ കാണുന്ന പാമ്പിനല്ല, ഈ താഴെ കൂടെ എഴുതുന്ന പാമ്പിനെ.
അപ്പം പാമ്പിനെ തല്ലിക്കൊല്ലുക എന്നുള്ള കരുതി ഞാൻ അടുത്ത് നിന്നിട്ട് അവിടെ പ്രായമുള്ളൊരു മനുഷ്യൻ ചോദിച്ചു, അമ്മാവ എന്തിയെ പാമ്പെന്തിയെ? ഇദ്ദേഹം എന്നെ ഒരു നോട്ടം നോക്കി. ഞാൻ ആരായെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. എന്നിട്ട് മക്കളുടെ പേരെന്തുവാ? ഗോപൻ ഏത് വീട്ടിലെയാ? ഞാൻ പറയും ഇന്ന വീട്ടിലെയാ. നീ ആകാശത്തോട്ട് നോക്കിയേ. ഞാൻ ആകാശത്തോട്ട് നോക്കി. മക്കളെ, ചന്ദ്രൻ്റെ ഒരു പാമ്പ് വിഴുങ്ങാൻ പോവുക. ആ പാമ്പിനെ ഓടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഗോപാലിൻ്റെ മുറ്റത്ത് മടലെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രൻ 3,47,000 കിലോമീറ്റർ അകലെ നിൽക്കുകയാണ്. ആ ചന്ദ്രനെ വിഴുങ്ങാൻ പോകുന്ന പാമ്പിനെ ഓടിക്കാൻ. കാരണം ഒരു ബലം കയ്യിൽ ഇരിപ്പുണ്ട്. വിൽ മുറിഞ്ഞൊച്ച കെട്ടു നടുങ്ങിയ രാജാക്കന്മാരുരകങ്ങളെപ്പോൽ മൈഥിലി എഴുത്തച്ഛൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗമാണല്ലോ. വില്ല് മുറിഞ്ഞൊച്ച കെട്ടു നടുങ്ങിയ രാജാക്കന്മാർ. കാരണം പാമ്പ് പേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉരകങ്ങൾ കമ്പനം വഴിയാണ് പേടിക്കുന്നത്. അവിടെ കമ്പനം ഉണ്ടാക്കാൻ വേണ്ടി മടലെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് വയലാർ പിന്നീട് എഴുതിയത്, തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ വാഴ്ത്തിയ സ്വർണ്ണമയൂഖമല്ല. അവിടെ ഗ്രഹണം നടന്നപ്പോൾ പാമ്പ് വിഴുങ്ങുകയാണ് എന്ന് പറയും. ഓരോ അന്ധവിശ്വാസവും പ്രയോഗതലത്തിൽ ഇല്ലാതാവുകയും പുതിയ അന്ധവിശ്വാസം വരികയും ചെയ്യും. ഒരു വീടിൻ്റെ ഹിന്ദു മതാചാരപ്രകാരം ശവം സംസ്കരിക്കുന്നത് കാരണവന്മാർ എന്ന് പറയും ആ വലത്തെ കോടിയുടെ മൂലയുടെ ഇപ്പുറത്തെ ശവസംസ്കാരം നടത്താവുമെന്ന് പറയും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും വീടുകളിൽ പോയ 1 ഏക്കർ 2 ഏക്കറുള്ള കാലത്ത് ഇത് വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നതാണ്. ഇപ്പം 3 സെൻറ്റേ ഉള്ളൂ. 3 സെൻറ്റിൻ്റെ വലത്തെ കോടി എവിടെ, ഇടത്തെ കോടി അടുക്കളയ്ക്കകത്താണ്. പ്രയോഗ സാധ്യത കൊണ്ട് ഈ സാധനം മാറി പുതിയത് കൊണ്ടുവരും. ഓരോരുത്തടത്തും പുതിയത് കൊണ്ടുവരും. ഞാൻ അടുത്ത സമയത്ത് വീട് പണിഞ്ഞിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ പ്ലാൻ. ഞാൻ വരച്ചിട്ട് ടെക്നിക്കലായിട്ട് വരയ്ക്കാൻ വേണ്ടി ഞാനൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചു. ഞാൻ വളരെ ബോധപൂർവം തെക്ക് പടിഞ്ഞാറിൻ്റെ മൂലയിൽ കക്കൂസ് വെച്ച് വരച്ചു കൊടുത്തു. തിരിച്ച് എൻ്റെ ഈ പ്ലാൻ കിട്ടിയപ്പോൾ അദ്ദേഹം ആ തെക്ക് പടിഞ്ഞാറിൻ്റെ മൂലയിലെ കക്കൂസ് എടുത്തിട്ട് വേറെടുത്ത് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വേണ്ടത് അത് സഖാവേ എനിക്ക് വരച്ചു തരാൻ പറ്റത്തില്ല. പണിക്കാരോട് പറഞ്ഞു ഞങ്ങൾ പണിയത്തില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പണിയണ്ട. അവസാനം നിർബന്ധിച്ച് അവരെ കൊണ്ട് അവിടെ പണിയിപ്പിക്കേണ്ടി വന്നു. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കക്കൂസ്. കേരളത്തിൽ ഈ കക്കൂസ് ഉണ്ടായ കാലം എന്നാ? ഈ കക്കൂസ് എന്ന വാക്ക് എവിടുന്നാ വന്നത്? ഡച്ചുകാരുടെ വാക്കാണ്. ഡച്ചുകാർ തിരുവിതാംകൂറിലും മലബാറിലും ഒക്കെ വന്നതിന് ശേഷമാണ് കേരളത്തിൽ കക്കൂസ് ഉണ്ടായത്. അതിനു മുമ്പ് കക്കൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പദപ്രയോഗം നിങ്ങൾ ഓർത്താൽ മതി. കേരളത്തിൽ ഈ വിസർജനത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് 2 വാക്ക് ഉപയോഗിച്ചാൽ, ഒന്ന് വെളിക്കിറങ്ങൽ, മറ്റൊന്ന് കടവിറങ്ങൽ. വെളിക്കിറങ്ങുക എന്ന് പറഞ്ഞാൽ പുരയ്ക്ക് അപ്പുറത്ത് വീടിന് അങ്ങേയറ്റത്ത് ഏതെങ്കിലും പുരയിടത്തിൻ്റെ മൂലയ്ക്ക് പോയി ഇത് ചെയ്യുന്നതിനാണ് വെളിക്കിറങ്ങുക എന്ന പ്രയോഗം. അത് മാറിയിട്ടില്ല. അതുപോലെ കടവിറങ്ങൽ, കടവിലാണ് ഇത് ശൗചം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വാക്ക് 2 കിടക്കുകയാണ്. മനുഷ്യാലയ ചന്ദ്രികയാണ് വാസ്തുശില്പത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥം. ഒരു 3-4 നൂറ്റാണ്ടായി. പിന്നീട് കുടിക്കാട്ട് പച്ച എന്നൊക്കെ പറഞ്ഞ പേരിൽ വന്നു. ഞങ്ങൾ ഈ ശബരിമല കാലത്ത് നേരത്തെ രാജേന്ദ്ര സാറിവിടെ പറഞ്ഞാൽ ഈ ചർച്ചയിൽ ഒരുപാട് പറയേണ്ടി വന്നതായി. ഈ മനുഷ്യാലയ ചന്ദ്രികയ്ക്കകത്ത് കക്കൂസ് എന്ന് പറയുന്നത് വീടിനകത്ത് ഉണ്ടാകാനേ പാടില്ല എന്നാ. ആ കക്കൂസിനെ വെച്ചിട്ടാണ് ഇപ്പോൾ വാസ്തു. ഇത് വളരെ എഞ്ചിനീയർമാരും ഡോക്ടേഴ്സും വക്കീലന്മാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവരുടെ കാര്യമെല്ലാം പറഞ്ഞത്. അങ്ങനെ അല്ലാത്തവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികളായിട്ട് കേരളത്തിൽ. എഡ്യൂക്കേറ്റഡ് ആയിട്ട് കോളേജ് അധ്യാപകർ, അങ്ങനെയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കടുത്ത അന്ധവിശ്വാസം കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യുമെന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത്തരം വീട് പണിയുമ്പോഴും കല്യാണം നടത്തുമ്പോഴും സഞ്ചയനം നടത്തുമ്പോഴും പുലകുളി അടിയന്തരം നടക്കും. ഇതൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു. ചരട് കെട്ട് ഇന്ന് ഏറ്റവും വലിയ ആഘോഷമാണ്. മനുഷ്യൻ്റെ വയസ്സ് തീരുമാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ചടങ്ങാണിത് അല്ലേ? കുഞ്ഞ് 27-ാമത്തെ 28-ാമത്തെ വയസ്സെന്ന് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ചിട്ട് 28 വരുന്നതെന്ന് പറഞ്ഞാൽ ചാന്ദ്രമാസമാണ്. ഒരു ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന 27 ദിവസം. അതുകൊണ്ട് 28-ാമത്തെ ദിവസം ഒരു ചരട് അരയിൽ കെട്ടിയിട്ട് എന്തിനാ അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ ആ താഴോട്ട് കിടക്കുമല്ലോ, ചരട് കെട്ടിയിട്ട് താഴോട്ട് തൂക്കിയിടും. എന്നിട്ട് ഒരു കെട്ട് കെട്ടും. അപ്പോൾ കുട്ടിക്ക് 1 വയസ്സ്. ഇങ്ങനെ 7-ാമത്തെ 8-ാമത്തെ കെട്ടുമ്പോൾ കുട്ടി ഋതുമതിയാകും. അപ്പോൾ 8 വയസ്സ് തികഞ്ഞു 9 വയസ്സ് തികഞ്ഞു എന്ന് കണ്ടുപിടിക്കാനാ. മൊബൈൽ ഫോണും ഇല്ല, കലണ്ടറും ഇല്ല. ഇതില്ലാത്ത കാലത്ത് ആകാശം മാത്രമായിരുന്നു ക്ലോക്ക്. അതിനുവേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. ഇന്നത് നമ്മുടെ സ്വർണ്ണ കച്ചവടക്കാർക്ക് ഏറ്റവും വലിയ സ്വർണം വിൽക്കാനുള്ള സൗകര്യമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ ചടങ്ങുകളിൽ വലിയ തോതിൽ അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ ഇതെല്ലാം നിലനിൽക്കുകയാണ്. സയന്റിഫിക് ടെമ്പർ വികസിപ്പിക്കാൻ ആവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ആധുനിക വെറുതെ ഇത്തരം പ്രശ്നങ്ങളുടെ വിശകലനം മാത്രം നമ്മൾ നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ആധുനിക സാങ്കേതിക വിദ്യ
എത്രമാത്രമാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ അവർ ഉപയോഗിക്കുന്നതും കൂടി നോക്കണം. ഈ ആധുനിക സാങ്കേതിക വിദ്യ അന്ധവിശ്വാസം വളർത്താൻ വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പം സുനിത വില്യംസ് മുകളിലോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഈ ഭൂഗോളത്തെ ഒരു പീസായിട്ട് അവർ കണ്ടു, ഒരു യൂണിറ്റായിട്ട് അവർ കണ്ടു, അല്ലേ? ഈ സുനിത വില്യംസ് കേരളത്തിൽ നിന്നാണ് മുകളിലേക്ക് പോയത്. നമ്മുടെ കമൻ്റ് എന്തുമായിരുന്നു? നമ്മുടെ വീട്ടിലേക്ക് ആളുകളുടെ കമൻ്റ് എന്തുമായിരുന്നു? 7 ദിവസമെന്നും പറഞ്ഞാൽ പോയത്. 8 മാസം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ആരുടെ കൂടെ പോയോ ആർക്കറിയാം. ഈ ചർച്ചയാണ് നമ്മൾ നടത്തുന്നത്. ആ മുകളിലേക്ക് പോകും തോറും ഭൂമി ഒരു ഡസ്റ്റ് മാത്രമാണ്. കാൾ സാഗൻ, ലോകപ്രശസ്ത സയൻറ്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞത് സൂര്യരശ്മിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പൊടിപ്പടലം മാത്രമാണ് ലാൻഡ്. സുഹൃത്തുക്കളെ, ഒരു കുറുക്കു വഴിയില്ല. സയൻസിൻ്റെ അപാര തലങ്ങൾ. ഒരിക്കലും ഫൈനൽ ട്രൂത്ത് പറയുന്ന ഒന്നല്ല സയൻസ്, മറിച്ച് പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, ഗവേഷണങ്ങൾ, അതിലൂടെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സയൻസ്. ആ സയൻസിനെ വളരെ സയൻറ്റിഫിക്കായി യുക്തിയുക്തമായി ജനങ്ങളിൽ എത്തിക്കുകയും പുതിയ ആളുകൾ, വിദ്യാർത്ഥികളിൽ അത് എത്തിക്കാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യാതെ പഴയ കാലത്ത് നമ്മുടെ ആചാര്യർ നടത്തിയിട്ടുള്ളതുപോലുള്ള ഇടപെടൽ കൊണ്ട് ഇന്ന് പര്യാപ്തമല്ല. മറിച്ച് വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിപ്പിക്കുകയും കാര്യകാരണ ബന്ധവും ബോധവും വിശദീകരിച്ച് പോവുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജ്യോത്സ്യന്മാരും ജ്യോതിഷക്കാരും രാഷ്ട്രീയക്കാരും ഒരു പരിധിവരെയുള്ള ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന, ഇപ്പം ടെലിവിഷൻ സീരിയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനകത്തുകൂടി കടത്തിവിടുന്ന അന്ധവിശ്വാസം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്തതാണ്. ഷാഹിന എന്ന പത്രപ്രവർത്തകർ പറഞ്ഞതുകൂടി ഞങ്ങൾ ശ്രദ്ധയപ്പെടുത്തുക. അവരവരുടെ ഒരു ബന്ധു അമ്മച്ചിയുമായിട്ട് വലിയ സൗഹൃദമായിരുന്നു. നല്ല പുരോഗമനവാദിയായിരുന്ന അമ്മച്ചി. പക്ഷേ 8 വർഷം അവർ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഷാഹിന തിരിച്ചു വന്നിട്ട് അമ്മച്ചിയോട് സംസാരിച്ചപ്പോൾ അമ്മച്ചി ഒന്നാം തരം സംഖ്യയായിട്ടാണ് സംസാരിക്കുന്നത്. ചോദിച്ചപ്പോൾ എന്ത് മാറ്റമാണ് അമ്മച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ആ വീട്ടിൽ അവർ പല കാര്യങ്ങളും പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു. അമ്മച്ചി ഒരു 10-12 സീരിയൽ ഒരു ദിവസം കാണുന്നതാണ്, അല്ലേ? അവസാനം 11 മണിക്കോ 12 മണിക്കോ അങ്ങോട്ടൊരു ചോദ്യം കൂടിയുണ്ട്. ഇങ്ങനാണെങ്കിൽ കൊട്ടാരക്കര പോയ കുട്ടപ്പൻ തിരിച്ചു വരുമോ? വന്നില്ലെങ്കിൽ ഭദ്രയുടെ ഗർഭത്തിൽ ഉത്തരവാദി ആര്? ഇത് കേരളത്തിലെ എല്ലാ വീടുകളും രാത്രിയിൽ ഉന്നയിക്കുന്നൊരു പ്രശ്നമാണ്. അതിനകത്ത് ചരടുകെട്ടുണ്ട്, അതിനകത്ത് പൂജയുണ്ട്, അതിനകത്ത് ഹോമമുണ്ട്, അതിനകത്ത് ജ്യോതിഷമുണ്ട്, അതിനകത്ത് കുടുംബാഭിമാനമുണ്ട്. നോക്കൂ, മംഗലത്ത് വീട്, കണിപ്പയ്യൂരത്ത് വീട്, ഇങ്ങനെ കുറേ വീട്ടുപേരുണ്ട്. അതിനകത്ത് കണിമംഗലത്ത് വീട്, ഇങ്ങനെ കുറേ വീട്ടുപേരുമുണ്ട്. ഈ ദുരഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന അതിന് ബദലായിട്ട് പണ്ട് പുണ്യജന്മം എന്നാണ് ഒരു സിനിമ, യുക്തിവാദപരമായി ഉണ്ടായൊരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം, പുനർജന്മം. ഏറ്റുകോവിൻ്റെ പുനർജന്മ സിനിമയാണ്. സേതുമാധവ് സാറാന്ന് തോന്നുന്നത്. അങ്ങനെ ചില അപൂർവം ഇപ്പോൾ അത് തിയേറ്ററിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഞാൻ ഈ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ബോർഡിലേക്ക് ഇരുന്നാണ്. ഈ പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ പോലും തുടങ്ങുന്നതിന് മുമ്പ് പൂജ നടത്തുന്നത് കാണണം സിനിമയുടെ. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കും, ഇതൊക്കെ കൈവിട്ട കളിയല്ലേ ഗോവാ, അപ്പം നമ്മളെന്തിനാണ് അതിനെയൊക്കെ തള്ളിക്കളയുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അത്തരം ചില ഇടപെടലുകൾ നമുക്കുണ്ടായെങ്കിലും അത് വികസിപ്പിച്ചു പോകേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ പവനൻ മാഷിനെ പോലുള്ള ആളുകളോട് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെക്കുറിച്ച് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ അനുസ്മരിക്കുക എന്നുള്ളതല്ല, അദ്ദേഹം ചെയ്ത സംഭാവന. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ പദവിയിലേക്കില്ല, ഞാൻ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകനായിട്ട് തുടരുന്നതാണ് നാട്ടിന് നല്ലത് എന്ന ചിന്ത മുന്നോട്ട് വെച്ചൊരാശയമുണ്ടല്ലോ, അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറയെ പര്യാപ്തമാക്കി കൊണ്ടുവരുമ്പോൾ മാത്രമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ പവനെ പോലുള്ള ആളുകൾ മഹത് വ്യക്തികളുടെ ഗണത്തിലേക്ക് വരികയാണ്. നമ്മുടെ ത്യാഗരാജൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു കീർത്തനമാണ് എന്തൊരു മഹാനുഭാവൻ. കാരണം ഈ 6 കാലത്തിൽ പാടുന്ന ഷക്കാല ഗോവിന്ദമാരാർ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരിക്കാൻ നിർബന്ധിച്ചിട്ട് തയ്യാറാകാതെ ഇറങ്ങിപ്പോകുമ്പോൾ ലോകത്തുള്ള എല്ലാ മഹാത്മാക്കളെയും നോക്കിക്കൊണ്ട് ത്യാഗരാജൻ പാടിയതാണ് ശ്രീരാഗത്തിൽ എന്തൊരു മഹാനുഭാവനു അന്തരി വന്ദനമു. പവനൻ മാഷിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാനത് ആവർത്തിക്കുന്നു, എന്തൊരു മഹാനുഭാവനു അന്തരി വന്ദനമു. നമസ്കാരം.